പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിങ്ങളെല്ലാവരും കാത്തു സൂക്ഷിക്കപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. തിരുഹൃദയത്തിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുക, അത് വലിയൊരു കൃപയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ആകർഷിച്ചു, നമ്മളെ വിളിച്ചു, നമുക്കൊരു വരം തന്നു. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ നമുക്ക് വരാൻ സാധിച്ചത്. അതുകൊണ്ട് എല്ലാ മഹത്വവും ഈശോയ്ക്ക്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഈ അഭിഷേകാഗ്നി തുടങ്ങാൻ കർത്താവ് പ്രത്യേകം ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാളച്ചന് ഒരു ജ്ഞാനം കൊടുത്തു. അത് സംപ്രേഷണം ചെയ്യാൻ ഒക്കെ ശാലോം അതിൻ്റെ ഒരു മേഖലകൾ എല്ലാത്തിനും ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അഭിഷേകാഗ്നിയെ സംബന്ധിച്ച് അല്ലേ, അതിനുശേഷം കർത്താവിൻ്റെ ആസ്ഥാനിലേക്ക് വിളിക്കപ്പെട്ട അനേക ആത്മാക്കള് സ്വർഗത്തിൽ നിന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ദൈവാരാധന നമ്മൾ നടത്തി കഴിയുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ സമൂഹത്തിൽ തരും. കർത്താവിൻ്റെ ഒരു ഇടപെടലുണ്ടാകും. ആരാധിക്കുന്ന സമൂഹത്തിൽ ദൈവം കൂടെയുണ്ട്. അപ്പസ്തോലന്മാർ ആരാധിച്ചപ്പോൾ ദൈവം ഒപ്പത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന രംഗങ്ങൾ പുതിയ നിയമത്തിലുണ്ട്, പഴയ നിയമത്തിലും സംഭവങ്ങളുണ്ട്. നമുക്ക് ഇന്നത്തെ വിഷയം അത് തന്നെയാണ്. അത് നമുക്ക് കുറേ സമയം കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ ആരാധന, 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 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല 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 ഹല. യേശുവേ ആരാധന, 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 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്കാരാധിക്കാം, രക്ഷകനേശുവേ ആരാധിക്കാം. കൈകളടിച്ച് ആരാധിക്കാം, നമുക്കാരാധിക്കാം, ഉദ്ധിതനായോനെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, രക്ഷകനേശുവേ ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ഉദ്ധിതനായോനെ ആരാധിക്കാം. ഓ കർത്താവായ ദൈവമേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, വലിയ ദൈവാരാധന ഉയരുന്നിടത്ത് സാത്താൻ ഇടിപിന്നൽ പോലെ നിബന്ധിക്കും. വലിയ ദൈവാരാധന ഉയരുന്നിടത്ത് തടസ്സങ്ങളെല്ലാം വിട്ടുമാറും. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സംഭവവും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒരു മനസ്സോടെ ആരാധിക്കുന്നു, ഒരു മനസ്സോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, ഒരു മനസ്സോടെ അങ്ങനെ മഹത്വപ്പെടുത്തുന്നു. ആരാധനയ്ക്കും സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ അവിടുന്ന് മാത്രമാണ്. ഓ ദൈവമേ, പഴയ നിയമ ജനത അവർ ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിച്ചു, കരങ്ങൾ കൊണ്ട് ഒരു യുദ്ധം ചെയ്തു. ഓ ദൈവമേ, പുതിയ നിയമത്തിലെ അപ്പസ്തോലന്മാർ അവർ ഹൃദയം കൊണ്ട് കർത്താവിനെ ഉച്ചത്തിൽ ആരാധിച്ചു, ഒപ്പം തന്നെ സുവിശേഷമല്ല ചെയ്തു. ദൈവമെല്ലാം ഞങ്ങൾ ഓർക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. സാത്താന്റെ കോട്ടകൾ തകർന്നിടുമേ ദൈവത്തെ ആരാധിച്ച. അഭിഷേകത്തിൽ അഗ്നിയിറങ്ങും ദൈവത്തെ ആരാധിച്ച. സാത്താന്റെ കോട്ടകൾ തകർന്നിടുമേ ദൈവത്തെ ആരാധിച്ച. അഭിഷേകത്തിൽ അഗ്നിയിറങ്ങും ദൈവത്തെ ആരാധിച്ച.
കരഘോഷത്തോടെ ആത്മാവിൻ നിറവോടെ ദൈവത്തെ ആരാധിക്കാം. കരഘോഷത്തോടെ ആത്മാവിൻ നിറവോടെ ദൈവത്തെ ആരാധിക്കാം. കൈകൾ ഉയർത്തി കൈയടിച്ച് ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. രക്ഷകനേശുവെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഉദ്ധിതനായോനെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. രക്ഷകനേശുവെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഉദ്ധിതനായോനെ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. രക്ഷകനേശുവെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഉദ്ധിതനായോനെ രോഗങ്ങളും വേദനകളും നീങ്ങിപ്പോട്ടെ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. രക്ഷകനേശുവെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. തടസ്സങ്ങളും ബന്ധനങ്ങളും ചിഹ്നവനാണ്. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. രക്ഷകനേശുവെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആരാധന 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 ആരാധന. കർത്താവേ, നീ അനുഗ്രഹിക്കുന്ന ഞാനും അനുഗ്രഹിക്കുന്ന വചനത്തിൽ ശരണപ്പെട്ട് ആശ്രവദിക്കുമ്പോൾ അനേകം കൃപകൾ വർഷിക്കപ്പെടുന്നുണ്ടെന്നുള്ള കർത്താവെ അതിൽ ശരണപ്പെട്ട് കർത്താവ് കുടുംബങ്ങളെ, വ്യക്തികളെ, കുഞ്ഞുങ്ങളെ, മക്കളെ എല്ലാം ആശീർവദിക്കുന്ന ദൈവമേ, ആവശ്യക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല 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 ഹല. കർത്താവെ, കണ്ണുനീരൊപ്പണ വേദനകൾ ഏറ്റെടുക്കണ, അവിടുന്ന് വേദനകളും ഭാരങ്ങളും ഏറ്റെടുത്ത വചനം അയച്ച് പ്രാർത്ഥിക്കുന്നു. ഹല 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 ഹല. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. അവിടുന്ന് താങ്ങിക്കൊള്ളി വചനത്തിൽ ശക്തിയാൽ ഭാരം വിട്ടുമാറട്ടെ. അധ്വാനിക്കുന്നവരും ഭാരമായിട്ട് നിങ്ങളുടെ എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിക്കുന്ന വചനപ്രകാരം അനേകം ഹൃദയത്തിൽ ആശ്വാസം നിറയട്ടെ. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്നുള്ള വചനപ്രകാരം പ്രക്ഷുബ്ധമായിരിക്കുന്ന മനസ്സ് ശാന്തമാകട്ടെ. ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ശക്തമായി ആവശ്യിക്കട്ടെ. ആരാധന ആരാധന സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആരാധന 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 ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരാജയവും ശൂന്യതയും മാറിപ്പോകാൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു ശൂന്യത, ഒരു താല്പര്യമില്ലായ്മ, ഒരു പരാജയം, തൊടുന്നിടത്തെല്ലാം ഒരു വിജയമില്ല, അങ്ങനെയൊക്കെയുള്ള പല അവസ്ഥകളും ദൈവം അനുവദിക്കുന്നതാവാം, പിശാച് കൊണ്ടുവരുന്നതാവാം, പലതരത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ മേഖലകളിലൂടെ അതിനെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അതിലൂടെ കടന്നുപോയി അഭിഷേകം പ്രാപിക്കാൻ പിശാച് ഇങ്ങനെ ചില കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടി ഒരു ദൈവ പൈതൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കാനും കുറച്ച് സമയം നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തണം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. 29-ാമത്തെ സങ്കീർത്തനത്തിൽ 2-ാമത്തെ തിരുവചനം, Psalms 29:2. നമുക്ക് ഒരുമിച്ച് ആ വചനം വായിക്കാം. കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവജനത്തോട് സങ്കീർത്തനം ആവശ്യപ്പെടുകയാണ്, കർത്താവിൻ്റെ മഹത്വപൂർണമായ അവിടുത്തെ നാമത്തെ, സ്വർഗത്തിൽ മാലാഖമാർ അനവരതം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ നാമത്തെ, 24 ശേഷന്മാർ സദാസമയം പരിശുദ്ധന് പരിശുദ്ധനെന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ നാമത്തെ സ്തുതിക്കണം.
വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. അതായത് ഒരാൾക്ക് കർത്താവ് അവനെ രക്ഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ, അവൻ്റെ അടിമത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുമ്പോൾ എല്ലാം ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം ആ ദൈവ പൈതൽ ദൈവാരാധനയിലേക്ക് വരണമെന്നുള്ളതാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 16-ാം തിരുവചനം, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 7:16, നീ അവനോട് പറയണം, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചത് മരുഭൂമിയിൽ എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ അയക്കുക എന്ന് ആവശ്യപ്പെടാനാണ്. എന്നാൽ നീ ഇതുവരെ അതനുസരിച്ചില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മോശയെ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത് ഫറവോയുടെ അടുത്തേക്ക് അയക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജനത്തെ വിട്ടയക്കാൻ വേണ്ടി പറയുന്നത് കർത്താവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജനത്തെ വിട്ടയക്കണമെന്നാണ് മോശ ദൈവം പറഞ്ഞതനുസരിച്ച് ഫറവോ എടുത്ത് ചെന്ന് പറയുന്നത്. ഫറവോ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, നീ ഇതുവരെ അനുസരിച്ചില്ല, എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മൾ ദൈവാരാധനയിലേക്ക് വരണം. ദൈവം നമുക്ക് പല മേഖലയിൽ വിടുതൽ നൽകുന്നത്, ചില അടിമത്തങ്ങൾ, ഈജിപ്തിൻ്റെ അടിമത്തമാണെങ്കിൽ അടിമത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുകയാണ്. ചില പാപത്തിന് അടിമത്തം, ഇതിനകത്ത് തന്നെ വിടുതൽ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? മനുഷ്യൻ ദൈവാരാധനയിലേക്ക് വരണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പുതിയ നിയമത്തിലെ ചില വചനങ്ങൾ നിങ്ങൾക്ക് പരിചിതമാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 8-ാമത്തെ തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 4:8, യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മരുഭൂമി പ്രലോഭനത്തിന്റെ സമയത്ത് സാത്താൻ ചില കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ഇവയെല്ലാം എൻ്റേതാണ്, ആരാധിച്ചാൽ ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞാൽ ദൈവം അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ സാത്താൻ വർഷിപ്പ് നടത്തിയാൽ ഇതെല്ലാം കിട്ടുമെന്ന് പറയുന്ന ശുദ്ധ മണ്ടത്തരമാണ്. അതൊന്നും ബൈബിൾ അംഗീകരിച്ചിട്ടില്ല, ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാണ്, നോ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും അങ്ങനെ ഓരോ രക്ഷാകര സംഭവങ്ങൾ കയറി ഈശോയുടെ ഉത്ഥാനത്തിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ 8-9 തിരുവചനങ്ങൾ, ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 28:8-9, അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടി. അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നല്ല പ്രഭാതത്തിൽ ഈശോയുടെ കല്ലറയെങ്കിലേക്ക് പോയ സ്ത്രീകൾ, അവർക്ക് ദൂതന്മാരുടെ ദർശനം ഉണ്ടാകുന്നു. അവര് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വാർത്ത അറിയുന്നു, ശിഷ്യന്മാരെ അറിയിക്കാൻ വേണ്ടി പറയുന്നു, ഗലീലയ്ക്ക് പുറപ്പെടാൻ വേണ്ടിയുള്ള ദൂത് അറിയിക്കണം. അങ്ങനെ അവർ ഓടിപ്പോണ സമയത്ത് യേശു എതിരെ വന്നപ്പോൾ അവർ ചെയ്ത കാര്യം എന്താ? പാദങ്ങൾ കെട്ടിപ്പിടിച്ച് അവിടുത്തെ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവാരാധന കുറയും തോറും നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഒരു ശുഷ്കത അനുഭവപ്പെട്ടു തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു ദൈവ പൈതൽ ദൈവത്തെ എത്രമാത്രം ആരാധിക്കാൻ തുടങ്ങുന്നു, മണിക്കൂറുകൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെലവഴിക്കുമ്പോൾ ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. എൻ്റെ സഹോദരങ്ങളെ, യാമപ്രാർത്ഥന സഭയിൽ ലിറ്റററി ആരാധനയുടെ ഭാഗമാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് സമയം കണ്ടെത്തുമ്പോൾ ആ വ്യക്തിയുടെ എല്ലാ മേഖലകളിലും ഒരു എന്താ പറയണത്, ഒരു പുഷ്പിച്ചു വരുന്ന ഒരവസ്ഥ ഉയർന്നു വരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പഴയ നിയമത്തിലെ ഒരു വചനം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളാണ്. അത് ശ്രദ്ധിച്ച് വായിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കരുത്. അത് ദൈവം ആവശ്യപ്പെടുന്ന കാര്യത്തിലാണ്. അത് മാറ്റിവെക്കാൻ പറ്റുന്ന സംഗതിയല്ല, ഒഴുകൽ എടുക്കേണ്ട സംഗതിയല്ല. എല്ലാ ദിവസവും കുറച്ച് സമയം ആരാധനയ്ക്ക് പോകണം, ആരാധനയ്ക്ക് പോയി ഇരിക്കണം. അപ്പോൾ ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ആരാധിക്കാൻ തുടങ്ങിയാൽ, ഒന്ന്, ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും.
നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. നീ ചെന്നത്തെ മുൻപേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും. അവരിൽ സംഭ്രമം ജനിപ്പിക്കും. നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. എത്രയോ ബ്ലെസ്സിംഗ് ആണ് അത്. ഭൗതിക മണ്ഡലത്തിൽ തന്നെ ബ്ലെസ്സിംഗ് അല്ലേ? നിങ്ങളുടെ ഭക്ഷ്യം പാനീയം ആശീർവദിക്കും. നമ്മുടെ ബിസിനസ്, നമ്മുടെ ജോലി, നമ്മുടെ കൃഷി, നമ്മുടെ വരുമാനം, ഭൗതിക മണ്ഡലം, നമ്മുടെ വീട് പണി, അഡ്മിഷൻ്റെ കാര്യങ്ങൾ, അന്ന് വേണ്ട ഓരോരോ കാര്യങ്ങൾ, വിസ പ്രോസസ്സിങ്, കോച്ചിങ്, എല്ലാ കാര്യങ്ങളും, എല്ലാ മേഖലകളിലും ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഞാൻ രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അതാണ് ദൈവാരാധന സ്തുതിപ്പം നടക്കുമ്പോൾ തൽക്ഷണം രോഗപീഠകൾ വിട്ടുപോകുന്നത്. ഗർഭഛിദ്രമോ വന്ധ്യതയോ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ ദേശത്തോ ഉണ്ടായിരിക്കുകയല്ല. ദൈവത്തിന് വചനം ദീർഘായുസ് തരും. വീണ്ടും വചനം വെളിപ്പെടുത്തുകയാണ്. ചിലപ്പോൾ നീ ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ചില വ്യക്തികളോട് ചിലപ്പോൾ ഏറ്റുമുട്ടേണ്ട സാഹചര്യം വരും. അങ്ങനെ ചിലപ്പോൾ മറുപടി പറയേണ്ട സാഹചര്യം വരും. ചെറുത്ത് നിൽക്കേണ്ട ചില സാഹചര്യങ്ങൾ വരും. ആ സമയത്ത് നീ ദൈവാരാധന നടത്തുന്ന ദൈവവൈദ്യലാണെങ്കിൽ, മണിക്കൂറുകൾ ദീപകാലത്ത് ഇരിക്കുന്ന ഒരു ദൈവവൈദ്യലാണെങ്കിൽ, ആ സമയത്ത് ദൈവം അവിടെ പോയി പ്രവർത്തിക്കും. നീ സംസാരിക്കേണ്ടി വരില്ല. അത് ദൈവം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. നിന്നെ എതിർക്കുന്ന ശത്രു നിഷ്പ്രഭമാക്കി കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ, രോഗശാന്തികൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും. ഞാൻ ഓർക്കാണ് സഖിയോനിൽ ധ്യാനം കൂടെ വന്നൊരു വ്യക്തി സാക്ഷ്യപ്പെടുത്തിയൊരു കാര്യം ഓർക്കാണ്. എൻ്റെ പേര് റീനു. ഞാൻ പൊന്നങ്കോട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ CA സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ചെറുതായിരിക്കും, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എൻ്റെ കാലിൻ്റെ വിരലിൻ്റെ അടിയിലായിട്ട് ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു. അത് ചെറുതായതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് റിലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാൻ 10th എത്തിയപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഇതേ അരിമ്പാറ ഉണ്ടായി. അത് ഒരു 60% എൻ്റെ കൈയുടെ ഈ ഭാഗത്തിൻ്റെ ഒരു 60% വലിപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ പിന്നെയും ഓരോന്നോരോന്നായിട്ട് ചെറുത് ഉണ്ടാവാൻ തുടങ്ങി. 16 എണ്ണമായി അങ്ങനെ കയ്യിൽ 16 അരിമ്പാറ. ഇത് ദൈവമേ, അരിക്കൊമ്പനെ പോലെയാണ്. എന്നിട്ട് 16 അരിമ്പാറ ഉണ്ടായി. അപ്പോൾ ഈ സ്വർഗസ്നേഹിതാവൊക്കെ ചെല്ലുമ്പോൾ കുർബാനയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ പിടിക്കുമ്പോൾ പുറകിലുള്ളവർക്കൊക്കെ കാണാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. പക്ഷേ ആരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ അതിനെ പറ്റിയിട്ട്. പക്ഷേ 10th എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ കാഷ്വലായിട്ട് ഫ്രണ്ട്സ് തന്നെയാണ്. പക്ഷേ അവരിങ്ങനെ എൻ്റെ കൈ ഹോൾഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് പകരും, അതുകൊണ്ട് അവളുടെ കൈ പിടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ചെറിയൊരു വിഷമമായി. ഇത് ഇത്രയും എൻ്റെ കയ്യിൽ തന്നെ കാലിലുണ്ടായിട്ട് പകർന്നിട്ടും ഇത് പകരുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവർ പറഞ്ഞപ്പോൾ എനിക്കിതിങ്ങനെ സ്പ്രെഡ് ചെയ്യുമല്ലോ എന്ന് തോന്നി. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് ഇത് എൻ്റെ കയ്യിൽ ഇത്രയും അരിമ്പാറയാണല്ലോ, അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ, അങ്ങനത്തെ രീതിയിൽ സംസാരിച്ചപ്പോൾ എൻ്റെ ഡാഡി പറഞ്ഞു, നമുക്ക് അഭിഷേകാഗ്നി ഞങ്ങൾ എല്ലാ ദിവസവും കാണും, എല്ലാ ഞായറാഴ്ചകളും അഭിഷേകാഗ്നി കാണാറുണ്ട്. അപ്പോൾ അഡോറേഷൻ്റെ സമയത്ത് മുട്ടുകുത്തി നിന്നിട്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ അരുളിക്കയിൽ ഈശോനെ ഇങ്ങനെ എഴുന്നള്ളിക്കുന്ന സമയത്ത് സ്ക്രീൻ ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ കൈ രണ്ടും കൂടെ ഈ സ്ക്രീനിൽ ഈശോയിലേക്ക് ഇങ്ങനെ പരിശുദ്ധ കുർബാന ഉയർത്തുന്ന സമയത്ത് അതിൽ കൊണ്ട് മുട്ടിക്കും അല്ലേ? ഇങ്ങനെ മുട്ടിക്കും. എന്നിട്ട് ഇത് മുഴുവൻ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ അത് ഭയങ്കര എക്സ്ട്രീം ബ്ലാക്ക് ആയിരുന്നു കേട്ടോ. അത് കാണാൻ പറ്റും നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിങ്ങനെ ഇൻ വീക്സ്, കുറച്ച് ആഴ്ചയുടെ ഉള്ളിൽ തന്നെ ഇതിങ്ങനെ കളർ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോയിഷ് കളറായിട്ട് അത് മാറി. എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഓരോന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ഹാൻഡ്. ഒട്ടും അരിമാറിയില്ലാത്ത കൈ ഇങ്ങനെ കാണിച്ച്, കൈ രണ്ടും ഇങ്ങനെ കാണിക്കണം, മറിച്ചും കാണിക്കണം. അതന്നെ, ഒട്ടും അരിമാറിയില്ലാത്ത കൈ. ഇനി മറ്റേ കൈ നോക്കിയേ, മറ്റേ കയ്യിലും അരിമാറിയില്ല. തിരിച്ചും കാണിക്ക്, ഒട്ടും അരിമാറിയില്ലാത്ത കൈകൾ കുറത്ത് കർത്താവ് അനുഗ്രഹിച്ചു. അഭിഷേകാഗ്നി സമയത്ത് വിശ്വാസത്തോടെ ഈശോയെന്ന് വിളിച്ചതാണ്. ഈശോ അവിടെ വന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാരസൻ അവസാനം പറഞ്ഞ ആ കാര്യം ഓർത്ത, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച ആരാധന നടക്കുന്ന സമയത്ത് അത്ര വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു. തൽക്ഷണം ഈശോ ഇടപെട്ടു. തൽക്ഷണം കർത്താവ് സുഖപ്പെട്ടത്. എൻ്റെ സഹോദരങ്ങളെ, ദൈവാരാധന നടക്കുന്ന സ്ഥലങ്ങളിൽ ദൈവം വരും. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കും. എല്ലാ മണ്ഡലങ്ങളും അനുഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ കുർബാനയ്ക്ക് അത് ഏറ്റവും വലിയ ദൈവാരാധന. വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ നമ്മൾ സമയം കണ്ടെത്തുന്ന വേണം തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് കുറച്ച് സമയം ആരാധനയ്ക്ക് പോയിരിക്കാൻ സമയം കണ്ടെത്തണം. ഇനി പോകാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ വീട്ടിലിരുന്ന് കുറച്ച് സമയം കർത്താവിനെ ആരാധിക്കണം. വിശുദ്ധ കുർബാന സ്വീകരണം എന്താണ്, ഉള്ളിൽ വന്ന കർത്താവിനെ ആരാധിക്കണം.
ഹല്ലേലൂയാ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, പല അഭിഷേക എപ്പിസോഡുകളിൽ പിന്നെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് ഇൻസേനു ജേസു എന്ന് പറഞ്ഞൊരു പുസ്തകം. അത് ശരിക്കും ഒരു വൈദികരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആരാധനയെക്കുറിച്ചൊക്കെ ഒരു പുസ്തകമാണ്. അതിൻ്റെ 414 പേജിൽ ഈ കിർബി എന്ന് പറഞ്ഞ വൈദികനോട് ഒരാശ്രമം പറയണം, ഒരു കൺസ്ട്രക്ഷൻ നടത്തണം. ആ കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ ആദ്യം തന്നെ ആരാധന നടത്തിക്കൊണ്ട് പണിയണമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. ആരാധനയിലൂടെ ഈ ചെറിയ ആശ്രമം സജീവമായി തീരും. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അത് സ്നേഹത്തിൻ്റെയും കരുണയുടെയും വൈദികർക്കായുള്ള കൃപയുടെയും കേന്ദ്രമായി മാറും. എന്നെ ആരാധിച്ചുകൊണ്ടാണ് ഇവിടെ നീ ആശ്രമം പണിയുന്നത്. അല്ലെങ്കിൽ ശരിയായി പറയുന്ന പക്ഷം ഈ ആശ്രമം പണിയാനും എൻ്റെ പദ്ധതിയുടെ സാക്ഷാത്കാരത്തിന് ആവശ്യമായതെല്ലാം നൽകാനും നിന്റെ ആരാധനയിലൂടെ നീ എന്നെ അനുവദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പറയാണ്, ഒരാശ്രമം പണിയണം, അവിടെ വൈദികർ കൊണ്ട് പ്രാർത്ഥനയൊക്കെ ആരംഭിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വൈദികനോട് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത് എങ്ങനെയാണ്? അതിന് സാമ്പത്തികം വേണം, അതിന് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടണം. പക്ഷേ നീ ആരാധന നടത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നീ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയാൽ അതിന് വേണ്ടതെല്ലാം ഞാൻ നിനക്ക് തന്നുകൊണ്ടിരിക്കും. ആരാധനയുടെ ഈ ആശ്രമം സജീവമായി തീരും. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, അത് അവിടെ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ആരാധന നടത്തി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബം സജീവമായി തീരും. അവിടെ സ്നേഹത്തിൻ്റെ കരുണയുടെ ഒക്കെ നീർച്ചാലുകൾ ഒഴുകും. ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് തന്നെയല്ലേ കഴിഞ്ഞ നമ്മൾ വചനത്തിൽ കേട്ടത്, നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും എല്ലാം ആശീർവദിക്കും. അതുകൊണ്ട് എൻ്റെ നമ്മളിങ്ങനെ വ്യഗ്രത പിടിച്ച് ആരാധനയ്ക്ക് ഇരിക്കാൻ സമയമില്ല, എങ്ങനെ 100 കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓടിയിട്ട് എന്താ നടക്കുന്നത്? എന്നാൽ ദൈവം പറയാണ്, നീ എൻ്റെ മുൻപിൽ ആരാധനയ്ക്കിരുന്ന നിനക്ക് വേണ്ടതെല്ലാം തരിക എന്നുള്ളത് എൻ്റെ കടമയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ ശേഷം 9-ാമത്തെ അധ്യായത്തിൽ 31-ാം തിരുവചനം, ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. ദൈവത്തിൻ്റെ വചനമാണ്. എന്താ ചെയ്യേണ്ടത്? 1, നീ ദൈവത്തെ ആരാധിക്കണം. 2, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നോക്കണം. അത് വചനത്തിലൂടെയാണ് അറിയുന്നത്. ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇൻസീനു ജേസന്റെ പുസ്തകത്തിൽ 417-ാമത്തെ പേജിൽ അതിൻ്റെ തുടർച്ചയായിട്ടൊരു കാര്യം പറയുകയാണ്. ഇവിടെ ഞാൻ പ്രവർത്തിക്കുന്നവയുടെ ആത്മാവാണ് ആരാധന. ആരാധന നിലച്ചാൽ ആശ്രമത്തിൻ്റെ ഭൗതിക ശരീരം ഛിന്നഭിന്നമാകാൻ തുടങ്ങും. സമൂഹം പരാജയപ്പെടും. ശൂന്യമായ ഒരു പുറന്തോടല്ലാതെ ബാക്കിയൊന്നും അവശേഷിക്കുകയല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഈ ടോക്ക് കേൾക്കുന്ന അഭിഷേകത്തെ കൂടുന്ന സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രേഷൻസ് ഉണ്ടാകും. അതേപോലെ തന്നെ വൈദികരുടെ സഭാ സമൂഹങ്ങൾ ഉണ്ടാകും. അതേപോലെ ധ്യാന കേന്ദ്രങ്ങൾ, ശുശ്രൂഷകളൊക്കെ ഉണ്ടാകും. എൻ്റെ ഇത് എല്ലാവർക്കും ബാധകമാണ്. ഒരു സമൂഹം പരാജയപ്പെടാതെ ആ സമൂഹത്തിന് സജീവമായിട്ട് ഉയർന്നു വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ആരാധനയുടെ സമയം കൂട്ടണം. ഇല്ലെങ്കിൽ ഭൗതിക ശരീരം ഛിന്ന ഭിന്നമാകാൻ തുടങ്ങും. എന്താ പറയുന്നത്? 4 ഗ്രൂപ്പ്. കുടുംബത്തിൽ 4 പേരും 4 വഴിക്ക്. ഒരു പുറന്തോട്, കുടുംബം എന്നൊരു പുറന്തോടുണ്ടാകും, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, അട്ടപ്പാടി സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ വൈദികരുടെ ധ്യാനമൊക്കെ ആരംഭിച്ച ആ നാളുകളിൽ ഒരുപാട് വൈദികർ ഇടവകയിൽ രാവിലെ കുർബാനയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ സമയത്തൊക്കെ വിശുദ്ധ കുർബാന എഴുന്നേൽപ്പിച്ചിട്ട് ആരാധന നടത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എത്രയോ വൈദികർ സഖിയോന് പിന്നീട് വന്നപ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തി ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട, ആരാധനയ്ക്കുള്ള സമയം കണ്ടെത്തണം. ആരാധനയ്ക്ക് മുൻപിൽ ഇരിക്കാൻ സമയം കണ്ടെത്തണം. അത് കുറയ്ക്കരുത്. ഇല്ലെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ എല്ലാം ഛിന്നഭിന്നമായി പോകും. അവസാനം ഒരു പുറന്തോടുണ്ടാകും, ഒരു സജീവമായിട്ട് സമസ്ത ഉണ്ടാവില്ല. ഹല്ലേലൂയാ. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ വിശേഷം 24-ാമത്തെ അധ്യായത്തിൽ 50 മുതൽ 52 വരെ തിരുവചനങ്ങൾ. അവനവരെ ബെഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്നും മറയുകയും സ്വർഗത്തിലേക്ക് സമ്മതിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പൊ അപ്പസ്തോലന്മാരെ സ്വർഗാരോഹണത്തിന് മുമ്പ് ഈശോ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവരിങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരാരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം ഉണ്ടായത്? എൻ്റെ സഹോദരങ്ങളെ, അവരുടെ ഹൃദയത്തിൽ വലിയ ആനന്ദം നിറയുകയാണ്. അതുകൊണ്ട് ഒരു ദൈവവൈതൽ ദൈവാരാധന നടത്തി തുടങ്ങി കഴിയുമ്പോൾ അവൻ്റെ മേൽ ഒരുപാട് ദൈവാനുഗ്രഹം വരും എന്ന് മാത്രമല്ല,
അവന്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ വലിയ ആനന്ദം കൊണ്ട് നിറയും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ശൂന്യത പോകും, പരാജയ ചിന്ത പോകും, മരണചിന്ത പോകും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതേ പുസ്തകത്തിൽ 37-ാമത്തെ പേജ് പറഞ്ഞിരിക്കുകയാണ്, സ്നേഹത്തിന്റെ കൈമാറ്റമാണ് ആരാധന. എല്ലാ ഫലദായകത്തിൻ്റെയും സ്രോതസ്സാണ് സ്നേഹത്തിന്റെ പങ്കുവയ്ക്കൽ. ഫലങ്ങൾ ശുഷ്കിച്ചതാണെങ്കിൽ അതിൻ്റെ കാരണം എൻ്റെ ദിവ്യകാരുണ്യ ഹൃദയമായ സ്നേഹം കൈമാറുന്നതിൽ നീ പിശുക്കനായിരുന്നു എന്നുള്ളതാണ്. ഒരു ദിവസം 3 മണിക്കൂർ ഞാൻ ആരാധിക്കുമെന്ന് പറഞ്ഞ് തുടങ്ങരുത്. പിന്നെയോ സാധിക്കുന്നത്ര സമയം ആരാധിച്ച് തുടങ്ങുക, ബാക്കി അനായാസം വന്നുകൊള്ളും. ഹല്ലേലൂയാ. Hallelujah. Praise the Lord. Praise the Lord. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അങ്ങനെ ശുഷ്കിച്ച് പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രവർത്തികളെല്ലാം ചെയ്യുമ്പോൾ ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ല. കാര്യം ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, കുടുംബത്തിൽ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ ഫലം നോക്കുമ്പോൾ ഒന്നുമില്ല. കാര്യം രണ്ടുപേർക്കും ജോലിയുണ്ട്, പക്ഷേ കുടുംബത്തിൽ കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ കടബാധ്യത. എൻ്റെ സഹോദരങ്ങളെ, ഒരു അച്ഛനാണെങ്കിൽ, ഒരു സിസ്റ്റർ ആണെങ്കിൽ, ഒരു സുവിശേഷ വേലക്കാരനാണെങ്കിൽ കാര്യം ഒരുപാട് മിനിസ്ട്രി ശുശ്രൂഷ ചെയ്യുന്നു, പക്ഷെ റിസൾട്ട് ഉണ്ടാകുന്നില്ല, നിലനിൽപ്പുണ്ടാകുന്നില്ല. എന്താണ് ഫലങ്ങൾ ശുഷ്കിച്ചതാണെങ്കിൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ദൈവീയകാരുണ്യ സന്നിധിയിൽ ഇരിക്കുന്ന സമയം കുറവായിരുന്നു എന്നുള്ളത്, അതിന് പിശുക്ക് കാണിച്ചു എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെ കൈമാറ്റമാണ് ആരാധന. അവിടെ ഒരു പങ്കുവയ്ക്കലുണ്ട്. ഒരു തീരുമാനം എടുത്തിട്ട് ഒരു 3 മണിക്കൂർ ഡയറി ഇരിക്കും. ഓക്കെ, തീരുമാനം കുഴപ്പമില്ല, അതിൻ്റെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ നടത്തി തുടങ്ങുക, ബാക്കി ഈശോ അങ്ങനെ ക്രമീകരിക്കും. ഹല്ലേലൂയാ. Hallelujah. Praise the Lord. Praise the Lord. അതുകൊണ്ട് ജീവിതത്തിൽ ഈ ശൂന്യതയും നിരാശയും സങ്കടമൊക്കെ മാറി അപ്പോസ്തലന്മാരെ പോലെ വലിയ ഒരു ആനന്ദത്തിൻ്റെ അഭിഷേകം ആരാധനയുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരും. ഈ തുറന്നുള്ള ആരാധന സമയത്ത് അങ്ങനെ ആരാധിക്കാനൊരു കൃപ കർത്താവ് നമുക്ക് തരട്ടെ. യോദ്യത്തിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാം തിരുവചനം. ഇസ്രായേൽ ജനത്തെ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ ശത്രു രാജാവ് ചോദിക്കാൻ ഒരു ചാരനോട്, എന്തുകൊണ്ടാണ് ഇവരെ നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റാത്തത്? 8-ാമത്തെ വാക്യത്തിന് മറുപടിയുണ്ട്. യോദ്യത്ത് 5:8. ഇവർ പൂർവികരുടെ തിന്മ നിറഞ്ഞ മാർഗങ്ങൾ ഉപേക്ഷിച്ച് തങ്ങൾ അറിയാനിടയായ സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. അതുകൊണ്ട് ആരാധിക്കുന്ന സമൂഹത്തിന് മേൽ എപ്പോഴും ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവ പൈതലെ, കർത്താവിന് ആത്മാർത്ഥമായിട്ട് തീരുമാനം എടുക്കാം. ആരാധനയ്ക്കിരിക്കാൻ ഒരു സ്ഥിരത നമ്മുടെ ജീവിതത്തിൽ വേണം. എല്ലാ ദിവസവും കുറച്ച് സമയം കണ്ടെത്തണം. ആരാധനയിലുള്ള സ്ഥിരത നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മാറ്റമാണ് ഹൃദയ വിശുദ്ധിയിലേക്ക് നമ്മളെ എത്തിക്കും. നമ്മുടെ പാപങ്ങൾ കുറയും, ആത്മീയ ജീവിത അനുഗ്രഹം പ്രാപിക്കപ്പെടും, ഭൗതിക അനുഗ്രഹം പ്രാപിക്കപ്പെടും. പൂർണ്ണ ഹൃദയത്തോടെ നീ കർത്താവിനെ സ്നേഹിക്കണം. ആരാധിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. തീരുമാനങ്ങൾ എടുത്ത് കൈകൾ തുറന്നു പിടിച്ച് ഉള്ളുരുകി ആരാധിച്ചുകൊണ്ട് ആരാധനയ്ക്കുള്ള കൃപ ചോദിക്കട്ടെ. ആരാധിക്കുന്ന പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ സർവവുമേ സമർപ്പിക്കുന്നു. അടിയനിതാ